ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം രാവിലെ വേറൊരു സ്ഥലവും കൂടി കാണാമെന്നുള്ള ലെവലിലാണ് പോണത്. പക്ഷേ ഇന്ന് നല്ല ട്രാഫിക് ഉണ്ട്. വ്യാഴാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ ഈവനിങ് ടൈമിൽ ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. പിന്നെ ഇക്കാക്ക് കുറച്ച് ഡ്രസ്സുകൾ ലോണ്ട്രി കൊടുക്കാനുണ്ടായിരുന്നു, അത് കൊടുക്കാൻ വേണ്ടി പോയതാണ്. ആ ഒരു സമയത്താണ് എൻ്റെ മോന് പാട്ട് വെക്കുന്ന തിരക്കിലാണ്. വണ്ടി കയറി പറഞ്ഞാൽ പാട്ട് വെച്ചില്ലെങ്കിൽ ഇവർക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരെ പോയിട്ടുള്ളത് കോർണിഷ് ഭാഗത്തോട്ടാണ്. ആ ബിൽഡിങ്ങിലോട്ട് എൻ്റർ ആവുന്ന സമയത്ത് ഇതുപോലെയാണ് അതിൻ്റെ മുൻവശം ഉണ്ടാവുക. നല്ല ഭംഗിയാണ് കേട്ടോ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും എടുത്ത ശേഷമാണ് ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഈ ഒരു അക്വേറിയം കണ്ടപ്പോൾ ഞാൻ നെട്ടിപ്പോയിട്ടോ. സൂപ്പറായിരുന്നു. ശരിക്കും കടലിൻ്റെ അടി നമുക്ക് ഇതുവരെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇവിടെ വന്ന് പറഞ്ഞാൽ ക്ലിയറായിട്ട് അവർ സെറ്റ് ചെയ്താണെങ്കിലും അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ശരിക്കും എന്താ പറയുക, ശരിക്കുള്ള കടലിൻ്റെ അടി പോലെ എന്ന് പറയാം. നമ്മൾ ഈ യൂട്യൂബ് വീഡിയോസിലാണ് ഇങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഒക്കെ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വലിയ ഷാർക്ക് ഉണ്ട് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടാണ് ഷഹസാദ് മോനെ കൂട്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ അവിടെ പോയപ്പോൾ തുടങ്ങി ഇവിടെ ഷാർക്കൊന്നും കാണാനില്ല, പപ്പ പറ്റിച്ചതാണ് പറഞ്ഞിട്ട് ചെറിയ മീനുകൾ മാത്രമാണ് താഴെ വന്നിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള മീനുകളൊക്കെ മേലെയായിരുന്നു. ഷാർക്ക് ലാസ്റ്റ് ഫൈനലി ഞാൻ പോയിട്ട് മേലേക്ക് നോക്കുന്ന സമയത്ത് മേലെ നിറയെ ഷാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണിച്ചു കൊടുക്കുകയാണ്. അത് നമുക്ക് ക്യാമറയിൽ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഷാർക്ക് കണ്ടപ്പോൾ അവനിക്ക് കുറച്ച് സമാധാനം കേട്ടോ. ഒരു മീഡിയം സൈസ് ഷാർക്കാണ്, ഒരുപാട് വലിപ്പമുള്ളതൊന്നുമല്ല. പിന്നെ അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിന് മുന്നേ ഞങ്ങൾ ഒരു പ്രാവശ്യം വന്നപ്പോൾ ഇത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ടൈം 9:30 വരെ ഇത് ഓപ്പൺ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ അത് കഴിഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ഇനിയും. പിന്നെ അത് കഴിഞ്ഞ് പറഞ്ഞാൽ ഇതേപോലെ അവിടെ പ്രൊജക്ടർ വെച്ചിട്ടുണ്ട്, കുറേ പ്രൊജക്ടർ വെച്ചിട്ടുണ്ട്. അതിൽ ഈ ഖത്തർ സിറ്റിയാണ് കേട്ടോ മൊത്തമായിട്ട് കാണിച്ചു തരുന്നത്. അതിൻ്റെ ഓരോ ഇമ്പോർട്ടൻറ്റ് പ്ലേസും കാര്യങ്ങളൊക്കെ അതിൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. കുറേ നേരം ഞാൻ കടലിനെ ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു കേട്ടോ. ശരിക്കും നമ്മൾ കടലിൻ്റെ അടി കാണാത്തതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പം ഞാൻ കുറേ നേരം ഞങ്ങളൊക്കെ നോക്കി നിന്ന് അതിന് ശേഷം പിന്നെ ഞങ്ങൾ അത്യാവശ്യം മതിയായപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ച് പിന്നെ കോർണിഷിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് നേരം നടന്നു കേട്ടോ. നടന്നു കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാൻ പറഞ്ഞിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നേരെ ഇക്ക കൊണ്ട് നിർത്തിയത് മിയാ പാർക്കിലാണ്. കോർണിഷിൽ നടന്നിട്ട് തന്നെ അത്യാവശ്യം മോനൊക്കെ ടയേർഡായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നടക്കാനും പറ്റില്ല. അങ്ങനെ ഇക്ക പറഞ്ഞു ഇതേപോലെ വണ്ടിയിൽ പോകാൻ പറഞ്ഞു കേട്ടോ. ഒരുപാട് കിലോമീറ്റർ ഉള്ളിലോട്ട് പോകാനുണ്ട്. അപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ആസ്വദിച്ച് വരാം കേട്ടോ. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് വരാം. അവിടെ ഉള്ള നമ്മുടെ ഖത്തർ സിറ്റിയിൽ മൊത്തം ബിൽഡിങ്ങും അവിടെ നിന്ന് കാണാം, എപ്പോഴും കാണാം ആ വ്യൂസിൽ. അതൊക്കെ നമുക്ക് ഇങ്ങനെ ആസ്വദിച്ച് വന്ന് അതിന് ശേഷം ആ വണ്ടി ഡ്രോപ്പ് ചെയ്തിട്ട് പോയിട്ടോ. അതിനെന്തോ പേരൊക്കെ പറയും, എനിക്കറിയില്ല. പിന്നെ ഇവിടെ കുറച്ച് നേരം ഈ കടൽക്കാറ്റൊക്കെ ആസ്വദിച്ചിരിക്കാനുള്ള പ്ലേസൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ പോകാം. പിന്നെ ഈ കുന്നിൻ്റെ മേലെയൊക്കെ ഇരുന്നിട്ട് നമുക്ക് മൊത്തം ഖത്തർ കാണാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കുറച്ച് നേരം വൈബ് ആസ്വദിച്ചു. പിന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ലൈറ്റിൻ്റെ മേലെയാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഒരു വലിയൊരു എന്താ പറയുക, ഒരു ഇരുമ്പ് കൊണ്ട് ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് സംഭവം. അതിൽ ഈ ലൈറ്റാണ് മേലേക്ക് പതിക്കുന്നത് കേട്ടോ. അതിൻ്റെ മേലെ നിന്നിട്ടാണ് ഞാൻ ഈ അഭ്യാസമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം പിന്നെ ഞങ്ങൾ കുറേ നേരം ഇരുന്നു വന്ന് നടന്നതിൻ്റെ ഒരു ക്ഷീണം തീർക്കാൻ വേണ്ടി. ഇനി വീട്ടിലോട്ട് പോണേ മുന്നേ എന്ത് കഴിക്കാമെന്നുള്ളതാണ് കേട്ടോ ഇവരൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോയിൽ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.